അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണു. 244 യാത്രക്കാരുണ്ടെന്നാണ് വിവരങ്ങൾ. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീണു. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 വിമാനമാണ് തകർന്നത്. ഇന്നുച്ചയ്ക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിലാണ് അപകടം ഉണ്ടായത്. വിമാനത്തിൽ 242 യാത്രക്കാരുണ്ടെന്നാണ് വിവരം. ഉച്ചയ്ക്ക് 1:17 വിമാനം അഹമ്മദാബാദിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തത്. മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെ പേരും യാത്രക്കാരുടെ പട്ടികയിലുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗ്വാറ്റിക് വിമാനത്താവളത്തിലേക്ക് ഉച്ചയ്ക്ക് 1:10 സർവീസ് നടത്തുന്ന വിമാനമാണ് എയർ ഇന്ത്യ 171 എന്ന് ഓൺലൈൻ ഫ്ലൈറ്റ് ട്രാക്കർമാർ കാണിക്കുന്നത്. 2 പൈലറ്റുമാരും 10 ക്യാബിൻ ക്രൂവും അടങ്ങുന്ന 242 പേർ വിമാനത്തിലുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ സുമിത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും വിമാനം പറത്തിയിരുന്നു. ക്യാപ്റ്റൻ സുമിത് സബർവാളിന് 8200 മണിക്കൂർ പരിചയമുള്ള ഒരു LTC ആണ്. കോ പൈലറ്റ് 1100 മണിക്കൂർ പറക്കൽ പരിചയമുണ്ട്. ATC പ്രകാരം റൺവേ 23 നിന്നും 1339 ഇന്ത്യൻ സമയം അഹമ്മദാബാദിൽ നിന്ന് വിമാനം പുറപ്പെട്ടു. അത് മെയ്ഡേ കോൾ നൽകി. പക്ഷേ അതിനുശേഷം ATC നടത്തിയ കോളുകൾക്ക് വിമാനം ഒരു പ്രതികരണവും നൽകിയില്ല. റൺവേ 23 നിന്ന് പുറപ്പെട്ട് ഉടൻ തന്നെ വിമാനത്താവള പരിധിക്ക് പുറത്ത് വിമാനം നിലത്തു വീണു. അപകട സ്ഥലത്ത് നിന്ന് കറുത്ത പുക ഉയരുന്നതും കണ്ടു. DGCA പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നതാണ്. അപകടത്തെ തുടർന്ന് 7 ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെ അടിയന്തര സേവനങ്ങൾ സ്ഥലത്തെത്തി. 230 യാത്രക്കാരും ക്രൂവും ഉൾപ്പെടെ 242 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വിമാനം തകർന്നതിനെ തുടർന്ന് തീ പിടിക്കുകയായിരുന്നു. തീ അണയ്ക്കാൻ അഗ്നിശമന സേന സ്ഥലത്തെത്തിയതായി അഗ്നിശമന ഉദ്യോഗസ്ഥർ ജയേഷ് ഖാദിയ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്ന്നു പറക്കുന്ന വിമാനം പൊട്ടിത്തെറിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിനായി 270 അംഗ NDRF സംഘത്തെ വിന്യസിച്ചു. അർദ്ധസൈനിക വിഭാഗവും രക്ഷാദൌത്യത്തിന്റെ ഭാഗമാകും. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി രാം മോഹൻ നായിഡു അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ താഴെ വീഴുകയായിരുന്നു. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. 11 വർഷം പഴക്കമുള്ള വിമാനമാണിത്. 1:38 ടേക്ക് ഓഫ് ചെയ്ത വിമാനം 2 മിനിറ്റ് പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപകട വിവരം ലഭിച്ചയുടൻ 7 ഫയർ എഞ്ചിനുകൾ, 24ലധികം ആംബുലൻസുകൾ, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ 6 ടീമുകൾ എന്നിവ സംഭവ സ്ഥലത്തെത്തി. അഹമ്മദാബാദ് പോലീസ് കമ്മീഷണർ GS മാലിക് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രിയെ വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘവിനെയും അഹമ്മദാബാദ് പോലീസ് കമ്മീഷണറെയും ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. അപകടത്തെ തുടർന്ന് അഹമ്മദാബാദ് വിമാനത്താവളം താൽക്കാലികമായി അടച്ചിടുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.